ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ രുചികരമായ ചീര തോരനാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ചീര നന്നായി കഴുകി ഇലകളും തണ്ടും എല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച ശേഷം 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്ന ചീര ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എരിവിനായിട്ട് 2 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൊടുത്ത പച്ചമുളക് എല്ലാം അടിയിലേക്ക് വരുന്നത് പോലെ നന്നായി ഇളക്കി അടച്ചു വെക്കാം. നന്നായി ആവി വന്നു കഴിഞ്ഞാൽ ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. 2-3 പ്രാവശ്യം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വേവിച്ചെടുക്കാം. ചീരയിലെ ജലാംശം കൊണ്ട് തന്നെ ചീര നന്നായി വെന്ത് വന്നോളും. ഇടയ്ക്ക് ഉപ്പ് നോക്കണം, കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായി ആവി വന്ന് ചീര വെന്ത് കഴിഞ്ഞാൽ പിന്നെ തുറന്നു വെച്ച് കുറച്ചു നേരം ഇളക്കി ചീര ഡ്രൈ ആക്കി എടുക്കാം. വളരെ രുചികരമായ ചീര തോരനാണിത്. ചൂട് ചോറിനോടൊപ്പം ഇളക്കിയോ കഞ്ഞിയുടെയോ കൂടെ കഴിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തോളൂ. മറ്റൊരു നല്ലൊരു വിഭവമായി മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാം. താങ്ക്